അടുത്ത ബന്ധുക്കളെന്ന് പറയാൻ ആ കുട്ടിക്ക് അങ്ങനെ ആരുമില്ല. ഫാദർ സെബാസ്റ്റ്യനും ഞാനും കൂടിയാണ് ഇവനെ പഠിപ്പിക്കുന്നത്. പഠിക്കാൻ വളരെ മിടുക്കനുമാണ്. റാങ്ക് സ്റ്റുഡന്റാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറച്ച് ബ്ലഡിൽ കയറിയിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. ഈസ് ആൾമോസ്റ്റ് തിങ്കിങ്. ആരായി തുളസി? അല്ല, ഉഷ മലയാള ഭൂമിയിലെ അവരുടെ താമസം? അതെ. അവരൊന്ന് വിളിക്കാം. എന്താ സർ പ്രശ്നം? പ്രശ്നമൊക്കെ ഞാൻ അവരോട് പറഞ്ഞോളാം. നിങ്ങൾ അവരൊന്ന് വിളിക്കണം. ഈ പ്രശ്നം ഇവരോട് പറയാത്ത കുഴപ്പം കൂടെ ഉള്ളൂ. തുളസി, ഉഷ, തുളസി എന്ന ഉഷ അല്ലേ? അതെ. ഈ തുളസി തുളസി എന്ന് കേട്ടപ്പോ ഞാൻ കരുതിയത് കുറച്ച് പ്രായമൊക്കെ ഉള്ള നമ്മുടെ ഈ സുഗതകുമാരുടെയും മാധവക്കുട്ടിയുടെ ഒക്കെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു കക്ഷിയായിരിക്കുന്ന. ബട്ട് യു ആർ സോ ക്യൂട്ട് ആൻഡ് യങ്. ലേഖനത്തെ കുറിച്ച് ചോദിക്കാമെന്നായിരിക്കും. എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഒന്നങ്ങോട്ട് വരുമോ? ഞാൻ ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. എന്റെ പേര് പ്രതാപൻ. ഞാൻ വന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? മനസ്സിലായി. നിങ്ങൾ വളരെ ഷാർപ്പാണ്. ഈ ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡും ഷാർപ്പ്നെസ്സും നിങ്ങളുടെ റൈറ്റിംഗ്സിലും കാണാം. ഈ അടുത്ത കാലത്ത് നിങ്ങൾ എഴുതിയ ഒരു ലേഖനത്തിൽ സെന്റൻസ് ഉണ്ടല്ലോ, കലാലയത്തിലെ ചോലമരങ്ങളുടെ തണലിൽ പ്രഭാത സൂര്യന്റെ ആദ്യകിരണങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടക്കുന്ന മയക്കം ഉണരുകയായി. വളരുന്ന ഈ തലമുറയുടെ വാക്കിലും നോക്കിലും ബുദ്ധിയിലും സുതാര്യമല്ലാത്ത നിഴൽ വിരിക്കുന്ന മയക്കം. ഭാഷ കൊള്ളാമെങ്കിലും ഇന്നത്തെ പത്രത്തിൽ വന്ന ആ സബ്ജക്ട് ഉണ്ടല്ലോ, അത് മഹാപോക്രിത്തരമായി പോയി. കണ്ണി കണ്ടതൊക്കെ എഴുതി വിട്ടിട്ട് അതുകൊണ്ടുണ്ടാകുന്ന അപകടത്തെ പറ്റി നിങ്ങൾ ആലോചിക്കാത്തത്? വെറുതെ ബാക്കിയുള്ള മെനക്കെടുത്താൻ. ഇപ്പൊ കണ്ടില്ലേ എഴുത്തിന്റെ ഗുണം? ഒരുത്തൻ ജാഗാറായി ആശുപത്രി കിടക്കുന്നു, കോളേജിൽ സമരം, അവന്മാര് തീവപ്പം ബന്ധം കൊടുത്ത് ഇപ്പറ കൊണ്ടോ കേട്ട് പത്രപ്പത്തിന് മുമ്പിൽ ഞാനിതിന്റെ അമ്മയെ കാണായിരുന്നതാ. പത്രത്തിൽ പേരടിച്ചു വരിക, കുറെ ചീപ്പ് പബ്ലിസിറ്റി ഉണ്ടാകുക, എന്നെ പോലുള്ള കുറെ മണ്ടന്മാരെ ആരാധകരായി കിട്ടുക, അതൊക്കെ ഒരു രസമാണല്ലോ. രസിച്ചോ. സാർ, ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല ഞാൻ ഫീച്ചർ എഴുതിയത്. വേദന ഉണ്ടാ, ആ കുട്ടികൾ നശിക്കുന്നതിനുള്ള വേദന ഉണ്ട്. ട്രക്ക് അഡിക്സിനെ അവമാനിക്കാൻ എഴുതിയതല്ല, കഴിയുമെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അതിന് ഇങ്ങനൊരു സൈഡ് എഫക്ട് വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഓർത്തതല്ല. എവിടെ ഉഷയുടെ വീട്? ഒറ്റപ്പാലം. ഒറ്റപ്പാലത്ത് എവിടെ? ഹൈസ്കൂളിനടുത്ത്. ഭാരതപ്പുഴയുടെ തീരത്തോടെ ഇത്തിരി ഉള്ളിലോട്ട് പോകണം. ഭാരതപ്പുഴയുടെ തീരത്ത് എന്ന് പറയുമ്പോ വാരമാഷ വീടിനടുത്താണോ? കൃഷ്ണവാര്യര്? എന്റെ അച്ഛനാ. അല്ല, ഞാനിപ്പോ ഇതെന്തിനാ കളഞ്ഞത്? വാരമാഷ ഇവിടെ ഇല്ലല്ലോ. പഴയ ചൂഴൽ കഷായത്തിന്റെ ഓർമ്മയാ. കുട്ടിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? എങ്ങനെ ഓർക്കാനാ? കുട്ടിയൊന്നും തീരെ ചെറുപ്പമാ. ഞാൻ ആ സ്കൂളിലാണ് പഠിച്ചത്. വാരമാഷ ശിഷ്യൻ. എന്റെ അച്ഛനും തഹസിൽദാരായിരുന്നു ഒറ്റപ്പാലത്ത്. മാഷിപ്പ് എങ്ങനെ കവിത ഒക്കെ എഴുതാറുണ്ട്. പബ്ലിഷ് ചെയ്യാനൊന്നും പുള്ളി കൊടുക്കാറില്ല. പോപ്പുലാരിറ്റി പണ്ടും പുള്ളിക്ക് ഇഷ്ടമല്ല.
അല്ലെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഇവിടെ എന്തൊക്കെ ബഹളം നടന്നേനെ. ഇനി വീട്ടിൽ ചെല്ലുമ്പോ അച്ഛനോട് എന്നെ പരിചയപ്പെട്ടു എന്ന് പറയണം. എന്റെ പേര് പറയുമ്പോ മഹാകവി കാളിദാസൻ എന്ന് പറയണം. ജ്ഞാനകാലത്തിലെ പൊട്ട കവിതകളൊക്കെ എഴുതുമായിരുന്നു. മാഷ തന്നെ ഇട്ട പേരാ. മാഷ കണ്ടിട്ട് ഇപ്പോ ഒരുപാട് കാലമായി. ഞാനൊരു ദിവസം വീട്ടിലേക്ക് വരാം. ആ പിന്നൊരു കാര്യം, പിള്ളേരാകെ വയലന്റ് ആയിരിക്കുക. എന്തൊക്കെയാ എപ്പോഴാ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. ഉഷ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ കൂടുതൽ കുഴപ്പമാവും. പേടിക്കാനൊന്നുമില്ല. ഒരാഴ്ച വീട്ടിൽ പോയി നിന്നാ മതി. ചാക്കോച്ചനോട് ഞാൻ പറഞ്ഞോളാം. ഒരാഴ്ച കൊണ്ട് ഇവിടുത്തെ ബഹളമൊക്കെ അങ്ങ് ഒതുങ്ങും. കഴിയുന്ന നേരത്തെ പോകുന്ന നല്ലത്. പറ്റുമെങ്കിൽ രാവിലത്തെ വണ്ടിക്ക്. ഞാൻ പോട്ടെ. ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിലെ? ആ ഹി വിൽ ബി ഓൾ റൈറ്റ്. പേടിക്കാനൊന്നുമില്ല. ഞാൻ പറ്റേ. എന്റെ ഈശ്വര. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. തുളസിയല്ലേ? ഏകദേശം ഒരു മുഖലക്ഷണം കണ്ട് ചോദിച്ചാ. ചേച്ചിക്ക് നിങ്ങളെ മനസ്സിലായില്ലല്ലേ? അല്ല, ഞങ്ങളിപ്പോ ഹോസ്റ്റലിൽ പോയിട്ട് വരിക. ഞങ്ങളിപ്പോ വന്നത് എന്താന്ന് വെച്ചാ ജോർജ് കുട്ടി. ജോർജ് കുട്ടി? ഒന്നുമില്ല, ഹീസ് ഓക്കെ. ബോധം വീണു. ബോധം വീണതും ചേച്ചിയാണ് അന്വേഷിച്ചത്. എന്നെയോ? ആ ചേച്ചിയെ. ഒറ്റപ്പാലത്തല്ലേ ചേച്ചിയുടെ വീട്? അതിനടുത്ത് എവിടെയോ അവന്റെയും വീട്. ചേച്ചി അറിയാമെന്നാ പറയുന്നത്. ചേച്ചിയെ മാത്രല്ല, ചേച്ചിയുടെ അച്ഛനെ അറിയാം. അല്ല, നേരെ കാണുമ്പോ ചിലപ്പോ ചേച്ചി കാളെ മനസ്സിലാവും. വരൂ. ആ വരൂന്നേ, പ്ലീസ് വരൂ. പ്ലീസ്, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വരൂ. വരാം. ഞാൻ നടന്നു വന്നോളാം. അല്ല, ഞങ്ങള് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലീസ് വരൂ. It's all right. കയറൂ. കയറൂ. ചേച്ചി എവിടെ പോന്നിരിക്കുന്നു? വീട്ടിലൊന്ന് പോയി വരാമെന്ന് കരുതി. ഇവിടുന്ന് എത്ര സമയം എടുക്കും ഒറ്റപ്പാലത്തേക്ക്? ഒരു 4-5 മണിക്കൂർ എടുക്കും. ആ, ഒറ്റപ്പാലത്ത് ബസ് സ്റ്റാൻഡിന് അടുത്താണോ ചേച്ചിയുടെ വീട്? കുറച്ചുള്ളിലോട്ട് പോണം, ഭാരതപ്പുഴയുടെ തീരത്തൂടെ. ആ. വീട്ടിൽ അച്ഛനൊഴിച്ച് മറ്റാരൊക്കെ ഉണ്ട് ചേച്ചിക്ക്? ഒരു അനിയത്തി കൂടുണ്ട്. ഹോസ്പിറ്റൽ കഴിഞ്ഞില്ല, അവിടെ കയറണ്ടേ? നിങ്ങൾ എവിടെ പോകുന്നു? നിന്റെ അമ്മയുടെ അങ്ങോട്ട് വരുന്നില്ലേ? നിന്റെ എണ്ണിപ്പോയതിനകത്ത്
കൊല്ലുന്നു ഇഞ്ചിഞ്ചായിട്ട് നേൽക്കുന്നു. പുതിയ പടവാളാക്കിയോളല്ലേ നീ? ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്. നിന്റെ പെട്ടുകൊണ്ടിരുന്ന കിടപ്പുണ്ട് ഹോസ്പിറ്റലിൽ. കണ്ടില്ലേ രാവിലെ? അതുപോലെ നരകിച്ച് നീ ചാവണം. ഇവിടെ ഒരു പട്ടിയും വരാൻ പോലെ നിന്നെ രക്ഷിക്കാൻ. നീ ഞങ്ങളെ വിറ്റ് കാശാക്കിയല്ലേ? ഡ്രഗ്സ് അടിക്കുന്നത് നീ ഒളിച്ചും പാത്തുമല്ലേ കണ്ടിട്ടുള്ളൂ? നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. കാണിച്ചു തരാൻ മതി. ഒന്ന് വലിച്ച് കാണിച്ചു കൊടുക്ക. ഇതൂടെ എഴുതി. ഓ, ക്യാമറ എടുത്തില്ല അല്ലേ? സാരമില്ല. റാപ്പു, ഗേറ്റിലാരാ നോക്കിയേ? ടോമിന്റെ അച്ഛനാ. ഗേറ്റ് തുറക്കണം. ഒച്ചാക്കാതെ ശബ്ദിച്ചു കൂട്ടിച്ചു. എന്തൊക്കെയാടാ ഇത്? മനുഷ്യർക്ക് പുറത്തിറങ്ങി നടക്കണം. ഈ സൊസൈറ്റിയിൽ ഒരു നിലയും വിലയുള്ളവനാ ഞാൻ. പറഞ്ഞത് കേട്ടില്ലടാ? അറിയാം. കൂടുതൽ പ്രസംഗമൊന്നും വേണ്ട. കേട്ടില്ലേ അവന്റെ വർത്തമാനം? അഹങ്കാരി. നിങ്ങളിത് കേൾക്കണം. അഴിച്ചു വിട്ടിരിക്കല്ലേ ഓമനപുത്രനെ. കൈ നിറയെ കാശും താമസിക്കാൻ വലിയ ബംഗ്ലാവും. എന്നുവെച്ചാ അവൻ IAS-നല്ലേ പഠിക്കുന്നത്. പണത്തിന്റെ ഹുങ്ക് അല്ലാതെന്താ? ആ, ഹുങ്ക് തന്നെയാ. അതിന് നിങ്ങളെ സംഗീത്ര പഠിക്കുന്നതിനാ? ഇതൊക്കെ എന്റെ അമ്മയുടെ വകയാ. ഇത് മാത്രമല്ല, ഇത് മുഴുവനും. ചാത്തുണ്ണിയപ്പന്റെ സ്വത്തുവല്ലോ എടുക്കാനേ ഞാൻ നിങ്ങളെ തറവാട്ടി വരുമ്പോ അമ്മനെ പറഞ്ഞാൽ മതി. കണ്ടോ അവൻ എന്റെ അച്ഛനെ പറഞ്ഞത്? എടാ, അധികം കളിക്കരുത്. ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ ബലത്തിലല്ലേ നീ കിടന്ന് ചാടുന്നത്? അത് തുടങ്ങി തന്നവൻ ഞാനാ. അത് നിർത്താനും എനിക്കറിയാം. ഒറ്റ ഫോൺ കാൾ മതി, നിന്റെ ബാങ്ക് അക്കൗണ്ട് ഞാൻ ഫ്രീസ് ചെയ്ത് കളയും. ഓ, പുതിയ ഭീഷണിയായിരിക്കും. അതിനുള്ള ധൈര്യമൊന്നും ദൈവം സഹായിച്ച എന്റെ തന്തയ്ക്കില്ല. വെറുതെ അതും ഇതും പറഞ്ഞ് ബ്ലഡ് പ്രഷർ കൂട്ടാതെ തോട്ടം മുതലാളി പോയാട്ടെ. എടാ അപ്പു, ഈ വണ്ടി പോയാലോ? അവരുടെ ഗേറ്റ് കൂട്ടിയേ.
ഒരക്ഷരം വേണ്ടി പോയി അച്ഛനെന്ത് പറഞ്ഞു? തേങ്ങാക്കോൻ ഇവിടുന്ന് അനങ്ങി പോകരുത്. Ah!